7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ ആദ്യഫല സൂചനകൾ പുറത്തുവരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വൻ മുന്നേറ്റം. 13 സീറ്റുകളിൽ 11ഇടത്തും ഇന്ത്യ മുന്നണിയാണ് ലീഡ് ചെയ്യുന്നത്. ഒരു മണ്ഡലത്തിൽ ബിജെപിയും ഒരു മണ്ഡലത്തിൽ ജെഡിയുവും മുന്നിട്ടു നിൽക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന 4 സീറ്റിലും കനത്ത തിരിച്ചടിയാണ് ബിജെപിക്കുണ്ടായത്. ഇവിടെ മുഴുവൻ സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ആണ് മുന്നേറുന്നത്. റായ്ഗഞ്ച്, രണഘട്ട്, ദക്ഷിണ, ബാഗ്ദ, മണിക്തല എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ മണിക്തമല മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്. ബാക്കി 3 മണ്ഡലങ്ങളും ബിജെപിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. ബിജെപി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ 2 സീറ്റിലും കോൺഗ്രസ് ആണ് മുന്നേറുന്നത്. ബദ്രിനാഥ്, മാംഗ്ലൂർ സീറ്റുകളിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. ബദ്രിനാഥിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ലഖ്പത് ഭൂട്ടോളയാണ് ലീഡ് ചെയ്യുന്നത്. ബദ്രിനാഥിൽ കോൺഗ്രസ് MLA രാജേന്ദ്ര ഭണ്ഡാരി രാജിവെച്ച് ബിജെപിയിൽ ചേർന്നതിനെ തുടർന്നാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. രാജേന്ദ്ര തന്നെയാണ് ഇവിടെ ബിജെപിക്ക് വേണ്ടി ഇറങ്ങിയതും. മാംഗ്ലൂർ മണ്ഡലത്തിൽ BSP MLA ആയിരുന്ന സർവത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പ്. കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണിത്. ഇവിടെ ഖാസി നിസാമുദ്ദീനാണ് കോൺഗ്രസിനു വേണ്ടി മത്സരിച്ചത്. കർത്താർ സിംഗ് ബദാനയെയാണ് ബിജെപി സ്ഥാനാർത്ഥി. ഹിമാചൽ പ്രദേശിൽ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും 3 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത്. ഡെഹ്റ, ഹാമിർപൂർ, നലാഗഡ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ 3 മണ്ഡലങ്ങളിലെയും സ്വതന്ത്ര MLA മാരായ ഹോഷിയാർ സിംഗ്, ആശിഷ് ശർമ്മ, KL ഠാക്കൂർ എന്നിവർ ബിജെപിയിലേക്ക് ചേക്കേറിയതോടെയായിരുന്നു ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. നേരത്തെ കോൺഗ്രസിനെ പിന്തുണച്ച ഇവർ രാജ്യസഭാ തിരഞ്ഞെടുപ്പോടെയായിരുന്നു കാലുമാറി ബിജെപിയിലെത്തിയത്. പഞ്ചാബിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മി സ്ഥാനാർത്ഥിയായ മൊഹീന്ദർ ഭാഗത്തിനാണ് മുന്നേറ്റം. ഏകദേശം 11,000-ഓളം വോട്ടുകളുടെ ലീഡാണ് മൊഹീന്ദറിന് ഉള്ളത്. AAP MLA ശീതൾ അംകുറൽ രാജിവെച്ച് ബിജെപിയിൽ ചേർന്നതോടെയായിരുന്നു ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. തമിഴ്നാട്ടിൽ വിക്രവണ്ടി സീറ്റിൽ 6,000-ഓളം വോട്ടുകളുടെ ലീഡുമായി DMK സ്ഥാനാർത്ഥി അനിയൂർ ശിവയാണ് മുന്നിൽ. ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടന്നത്. DMKയും NDAയുടെ ഘടകകക്ഷിയായ അൻപുമണി രാംദാസിന്റെ PMKയും NTKയും തമ്മിലായിരുന്നു പോരാട്ടം. അതേസമയം ഉപതിരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലെ അമർവാര സീറ്റിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകി ബിജെപി സ്ഥാനാർത്ഥി വലിയ മുന്നേറ്റമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ബിജെപി സ്ഥാനാർത്ഥിയായ കമലേഷ് ഷായാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് MLA ആയിരുന്ന കമലേഷ് ബിജെപിയിലേക്ക് ചേക്കേറിയതോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിന്റെ ധീരൻ ഷാ ഇൻവതിയാണ് കമലേഷിനെ നേരിട്ടത്. ബീഹാറിലെ റൂപൌലിയിൽ JDU സ്ഥാനാർത്ഥി കലാധർ മണ്ഡലാണ് മുന്നേറുന്നത്. JDU MLA ആയിരുന്ന ഭീമ ഭാരതി RJDയിലേക്ക് പോയതോടെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത്. ഭീമ തന്നെയാണ് RJDക്ക് വേണ്ടി മത്സരിക്കുന്നത്. അതേസമയം മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന് MLC തിരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് ഇത്തവണ നേടാനായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ NCPയും ഉൾപ്പെടുന്ന സഖ്യമാണ് തിരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളുമായി മികച്ച ജയം സ്വന്തമാക്കിയത്. ഇക്കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിലെ മോശം ഫലത്തിന്റെ നിരാശ മറികടക്കുന്നതാണ് MLC ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്.